ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ വന്നിട്ടുള്ളത് ഒരു 1 kg മാംഗോ ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മളൊരു അരിപ്പയിലേക്കായിട്ടാണ് മൈദയൊക്കെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം തന്നെയുള്ളൂ കേട്ടോ ഞങ്ങളിവിടെ അരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്ത് അതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ 1 kgയിലേക്കായിട്ട് 4 മുട്ടയാണ് ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ഇതുപോലെ എടുത്തിട്ട് ബൗളിലേക്കായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വാനില എസൻസും മുട്ടയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഏകദേശം ഒന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കായിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്കായിട്ട് ഒരു 1/8 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് കൂടുതൽ ബീറ്റാക്കി എടുക്കാറില്ല. ആ ഒരു സൺഫ്ലവർ ഓയിൽ അതിൽ മിക്സ് ആകുന്നത് വരെ മാത്രമേ ബീറ്റാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഓവർ മിക്സിങ് ആവാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലൊന്ന് മിക്സ് ആകുന്നത് വരെ മാത്രം ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇനി നമ്മൾ മാംഗോ സ്പോഞ്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാംഗോ ഫോറസ്റ്റ് ചെയ്യാനായിട്ട് അതിലേക്കായിട്ട് നമ്മളിവിടെ ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അത് നല്ല ഫ്ലേവറാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ടൈഗറിൻ്റെയാണ് യൂസ് ചെയ്യാറുള്ളത്. അത് അല്പം ഡ്രോപ്സ് അതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മാംഗോ ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്പോഞ്ചിൽ കൂടുതലായിട്ട് അതിൻ്റെ ഫ്ലേവർ ഉണ്ടായിട്ട് കാര്യമല്ല കേട്ടോ. നമുക്ക് ആ ക്രീമിലാണ് കൂടുതലായിട്ട് നമ്മൾ എസൻസ് ആഡ് ചെയ്യാറുള്ളത്. എങ്കിലും ഈ ഒരു സ്പോഞ്ചിൽ അത്യാവശ്യം അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നത് വരെ നമ്മൾ എസൻസ് അല്പമായിട്ട് ഒരു 5-6 ഡ്രോപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി നമ്മളിത് ബട്ടർ പേപ്പർ ആക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ മുഴുവൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാറുള്ളത് ബിരിയാണി പോട്ടിലാണ് കേട്ടോ. ഗ്യാസിൽ തന്നെ വെച്ചിട്ട് ബിരിയാണി പോട്ടിലേക്കായിട്ട് ഈ ഒരു ടിന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. അത് നമ്മൾ ഓവൻ ചെയ്യുന്ന പോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് ഈ ഒരു ടിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ ഫോറസ്റ്റ് കേക്ക് ഒരു 15-20 മിനിറ്റ് ടൈമിലാണ് ആയി കിട്ടാറുള്ളത് കേട്ടോ, മുഴുവനായിട്ട് ആവാറുള്ളത്. അപ്പോൾ ഒരു സ്പോഞ്ച് നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കോലൊക്കെ വെച്ചിട്ടാണ് കുത്തി നോക്കാറുള്ളത്. നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കാതെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ഒരു ഇതിൽ നിന്ന് ടിന്നിൽ നിന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. അത് നമ്മളിതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് ടിന്നിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുകയാണ്. ശേഷം നമ്മളൊരു പാത്രത്തിലേക്കായിട്ട് കൊട്ടി അതെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു അടിയിലെ ഭാഗം ചില സമയങ്ങളിൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ അത്യാവശ്യം ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അത് 3 ലെയറായി കട്ട് ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒന്നാക്കി നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്കായിട്ട് ഒരു 1/8 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതും ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും അല്പം മാംഗോ എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫായി കിട്ടാനുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ടേണിംഗ് ടാബ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കായിട്ട് അല്പം ക്രീം ആക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റിലെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ നോസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഒരു ക്രീമിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്കായിട്ട് നമ്മൾ മാംഗോൻ്റെ ഒരു ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. മാംഗോ ചോക്ലേറ്റും ചെറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാംഗോ ചോക്ലേറ്റ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങുന്നതാവും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ വീട്ടിൽ എസെൻസ് ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അത്രയ്ക്ക് ഫ്ലേവർ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് റെഡിമെയ്ഡ് വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഈ ഒരു ഹെർട്ട് ഷേപ്പ് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു കത്തി വെച്ചിട്ട് മാറ്റി എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമിലൊക്കെയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യം ചെയ്തിരുന്നൊരു കേക്കാണ്. ഇപ്പോൾ നമ്മൾ ഹെർട്ട് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇനി വീഡിയോ ആയിട്ട് കാണിക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ തന്നിട്ടുണ്ടായിരുന്ന ഡിസൈൻ ഇതുപോലെ ഫുൾ മാംഗോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കവർ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് മുഴുവനായിട്ടും ഈ ഒരു ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഒന്ന് വീണ് പോവാതെ അതൊന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെറിയ ഹെഡ് ഷേപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നെയിം റൈറ്റിങ്ങും ഫോണ്ടൻറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അതിൻ്റെ മുകളിലേക്കായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സെയിം അവർ തന്നിട്ടുണ്ടായിരുന്ന ഡിസൈനായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മാംഗോ ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.